ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര വെച്ച് അത്യാവശ്യം നന്നായിട്ടാണ് ഇപ്പോൾ ഒരു അബവ് 4 മീറ്റർ കാറ്റഗറിയിലുള്ള SUVs പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ക്രെറ്റയുടെ അത്രയും സെയിൽസ് കിട്ടുന്നില്ലായിരുന്നു, പക്ഷേ എന്നാലും ഒരു 10,000 12,000 ആ റേഞ്ചിലൊക്കെ അവർക്ക് നോർമലി പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് 6,000-അടുത്താണ്. പക്ഷെ അത് ഹൈ റൈഡറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയതുകൊണ്ടായിരിക്കും. എന്തായാലും അവർ ഈ സെയിം സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ് പുതിയൊരു SUVയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സൈസ് അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാരേക്കാൾ ഇത്തിരി കൂടെ വലുപ്പം കൂടുതലുണ്ട്. ബാക്കിൽ ഓവർഹാങ് ഇച്ചിരി കൂടുതലാണ്. കാരണം ഒറിജിനലി ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ 7 സീറ്റർ പോലെയായിരുന്നു അവർ ഇറക്കാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം പിന്നെ പതുക്കെ പ്ലാനൊക്കെ മാറ്റി എന്നാൽ പിന്നെ നമുക്കിത് നെക്സ വഴി ഇറക്കാതെ അരീന ഡീലർഷിപ്പിൽ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് SUV എന്നുള്ള രീതിയിൽ ഇറക്കാമെന്ന് വിചാരിച്ചാണ് ഈ വണ്ടിയുടെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. എന്തായാലും വണ്ടി ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ലുക്ക്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും ഗ്രാൻഡ് വിറ്റാരിൽ അധികം വേഗം തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വരുമായിരിക്കും. എന്നാലും അവർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെക്സ ഡീലർഷിപ്പ് വഴി വരുന്ന ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഫീച്ചേഴ്സ് കുറവും, ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് കൂടുതലും പോലെ ആയിപ്പോവും. അതെന്തായാലും അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും അതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്, ഗ്ലോബൽസി തന്നെ. നമ്മുടെ പ്രസിംഗ് ഗ്രാൻഡ് വിറ്റാരും ഇതും ഹൈ റൈഡർ എല്ലാം സെയിം പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. എനിവേ നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ എങ്ങനെയുണ്ട്, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കാം. എഞ്ചിൻ ഓപ്ഷൻസ്, പവർ ടൺ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയണമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വേറൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും ഗ്രാൻഡ് വിറ്റാരയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എനിക്കിതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. LED DRLs കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കണക്റ്റഡ് എലമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് TRE DRLs എന്ന് പറയുന്ന പോലത്തെ, അതായത് നമ്മുടെ ഒരു സ്പ്ലിറ്റ് വിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് ഇതിൻ്റെ ടോപ്പ് പോർഷനിലാണെങ്കിലും DRLസിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ താഴത്തായിട്ടാണ് നമ്മുടെ മെയിൻ ഹെഡ് ലാംപ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഈ പുറത്തൊക്കെ വരുന്ന ചില ഫോക്സ് വാഗൻ വാഹനങ്ങളുടെയൊക്കെ ഡിസൈൻ പോലെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി. അതായത് പുതിയ ടയറോൺ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്കിപ്പ് പ്ലേറ്റ്സ് സിൽവർ കളറിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസൈൻ മൊത്തത്തിൽ പേഴ്സണലി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഗ്രാൻഡ് വിറ്റാരയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ സി പില്ലർ കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ്സിന് നല്ല വലുപ്പമുണ്ട്, മറ്റതിനകത്ത് ചെറുതാണ്. ഇത് പക്ഷേ ആ ഓവർഹാങ് അഡീഷണൽ ഉള്ളതുകൊണ്ട് അതിനെ നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓർഗംസും അതുപോലെ ഡോർ ഹാൻഡിൽസ്, ഡോറിൻ്റെ ഡിസൈൻ എല്ലാം സെയിം ഗ്രാൻഡ് വിറ്റാര പ്രസ് അതിൻ്റെ അകത്തൊക്കെ വരുന്ന പോലെ തന്നെയാണ്. അലോയ്സ് ഇതിൻ്റെ അകത്ത് 17 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡർ എല്ലാത്തിനും നമുക്ക് 17 ഇഞ്ച് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ അകത്തും 215 ആണ് ടയറിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ 17 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ടയറിൻ്റെ റിം സൈസ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ 18 ഇഞ്ച് ആക്കാമായിരുന്നു, കാരണം ക്രെറ്റ, സെൽറ്റോസ് അതിനകത്തൊക്കെ 18 ഇഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഏതായാലും അതവർ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. പിന്നെ അതല്ലാതെ റൂഫ് റെയിൽസ് ഇല്ല, നമ്മൾ ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിനെ. വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഒറ്റ വരയിൽ തന്നെ ഒതുക്കിക്കൊണ്ടാണ് സുസുക്കി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഈ വിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ തന്നെ കുറച്ചും കൂടെ രസം വന്നേനെ. ഇതിപ്പോൾ അവിടെ എന്തോ അവർ ലൈറ്റ് കണക്ട് ചെയ്യാൻ മറന്നു പോയവരുണ്ട്. അത് ഫ്രണ്ടിൽ കൊടുത്ത പോലെ ആ വിട്ടുള്ള പാറ്റേൺ ബാക്കിലും കൊടുക്കാൻ നോക്കിയതാണ്. ആ ലൈറ്റിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാ സാധനങ്ങളും വരുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അത് ഫ്രണ്ടിലും ബാക്കിലും രണ്ടും LED ആണ്. അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ലൈറ്റും സാധനങ്ങളൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ്, പാർക്കിംഗ് ലൈറ്റ്, എല്ലാ ലൈറ്റും ഈ ഒരൊറ്റ വരയ്ക്കകത്താണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് താഴെ കമൻസിൽ പറയാം. എനിക്ക് ആ വിട്ടുള്ള പാറ്റേൺ ഒഴികെ ബാക്കിയൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പിന്നെ ബാക്കിൽ ചെറിയൊരു സ്പോയിലർ പോലെ ഒരു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ വേറൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന പവേർഡ് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഗസ്റ്റർ കൺട്രോളൊക്കെ വരുന്നുണ്ട്. കാലിട്ട് താഴെ വന്ന് ആട്ടിയാലും സാധനം തുറക്കും. അതുപോലെ തന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ആ താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ കാണാം, ഈ വണ്ടിയിൽ CNG അവൈലബിൾ ആണ്. പക്ഷേ CNG ടാങ്ക് ഡിക്കിയിലല്ല അവർ വെച്ചിരിക്കുന്നത്, അതിന് പകരം താഴെയാണ് വെച്ചിരിക്കുന്നത്. ടാറ്റയൊക്കെ ചെയ്യുന്ന പോലെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒന്നും അല്ല. ഡിക്കി നമുക്ക് ആ താഴത്തെ സാധനം പൊക്കി കഴിഞ്ഞാൽ സിലിണ്ടർ കാണാനൊന്നും പറ്റില്ല. ഇത് നേരെ അണ്ടർ ബോഡിയുടെ ആ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. അടി തട്ടി ഓർ ബാക്ക് തട്ടി വേറൊന്നും പറ്റാതിരുന്നാൽ മതി. അതൊക്കെ അവർ നോക്കിക്കാണാം, അല്ലാതെ വെറുതെ ഒന്നും സുസുക്കി പോലുള്ളൊരു കമ്പനി ഇങ്ങനെ ചെയ്യില്ലല്ലോ. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കോംപ്രമൈസ് ഒന്നുമില്ല. 378 ലിറ്റേഴ്സിന് അടുത്താണ് നോർമലി ബൂട്ട് സ്പേസ് കിട്ടുന്നത്. ഹൈബ്രിഡ് ആണെങ്കിൽ 260 ലിറ്റേഴ്സിന് അടുത്താണ് കിട്ടുന്നത്. കാരണം ബാക്കിലെ ബാറ്ററി പാക്ക് വരുമ്പോൾ ഇത്തിരി ഹൈറ്റ് കൂടും. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലേഔട്ടാണ് കിട്ടുന്നത്. പൊതുവേ നമ്മൾ സുസുക്കി വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു ലേഔട്ട് കണ്ടിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ സൈഡിലത്തെ ഒരു പാനൽ അതൊക്കെ വ്യത്യാസമുണ്ട്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവർ ഫൈനലി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത്
രണ്ട് കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ നോർമൽ പെട്രോൾ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കിട്ടുന്നത്. ഹൈബ്രിഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന വൈറ്റ് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ബ്ലാക്ക് ആവും. ആൻഡ് ആ വൈറ്റ് സാധനങ്ങൾ മറ്റിനകത്ത് ബ്ലാക്ക് ആകുമ്പോഴും അത് ലെതററ്റ്, അതായത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസിൽ തന്നെ ആയിരിക്കും വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണാവുന്ന പോലെ ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 64 കളേഴ്സാണ് ഇതിനകത്ത് ആംബിയൻ ലൈറ്റിൽ നമുക്ക് കിട്ടുന്നത്. എഗൈൻ അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അവർ ഇപ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. എനിക്ക് അത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇത് ഏകദേശം നമ്മുടെ ഇൻവിക്ടോ, അതായത് ടൊയോട്ടയുടെ ഹൈക്രോസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു 2 സ്പോക്ക് ടോപ്പിലുള്ളത് അതുപോലെ ഉണ്ട്. താഴത്തെ സ്പോക്ക് അവരിങ്ങനെ കുറച്ച് അങ്ങ് അകത്തുനിന്ന് എടുത്ത് വന്ന പോലെ ഉണ്ട്. റൗണ്ട് സ്റ്റിയറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടം അല്ല. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതല്ലാതെ നമുക്ക് പുതിയ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. 10.1 ഇഞ്ചസിന് ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. പെട്രോൾ എടുത്താലും ഹൈബ്രിഡ് എടുത്താലും എല്ലാത്തിലും നമുക്ക് അതിനനുസരിച്ചുള്ള UI വെച്ചിട്ടുള്ള ഈ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അല്ലാതെ ഗ്രാൻഡ് വിറ്റാര പോലെ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അനലോഗ്, മറ്റെടുക്കുകയാണെങ്കിൽ ഡിജിറ്റൽ, അതും 7 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. അതുപോലെ ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആണ് കിട്ടുന്നത്. അതിൻ്റെ UIയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. സുസുക്കി കണക്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്കിപ്പോൾ 60+ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അലക്സ സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമ്മുടെ ഇൻഫോടൈം സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ 8 സ്പീക്കർ ഹാർമൻ ഇൻഫിനിറ്റി ഓഡിയോ സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടും എന്നൊക്കെയാണ് സൗണ്ടിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത്. എനിവേ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാരിൽ കിട്ടുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ വയർലെസ് ചാർജർ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ഡീമിംഗ് IR VMs, പിന്നെന്താ ഇതിൻ്റെ തൊള്ള ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എയർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. പാനോറാമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മറ്റതിൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അതിൻ്റെ പുറമെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. അതും എക്സ്ട്രാ ഫീച്ചേഴ്സ് നല്ലൊരു അഡീഷൻ ആയിട്ടാണ് പറയാൻ പറ്റുന്നത്. ഈവൻ നമ്മുടെ ഡ്രൈവർ സീറ്റിൽ 8-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും അവൈലബിൾ ആണ് ഇതിൽ. ഇനി സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ABS CBD 6 എയർ ബാഗ്സ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ESP ആണെങ്കിലും എല്ലാം കിട്ടുന്നുണ്ട്. അതിന് പുറമെ ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ അസിസ്റ്റൻസ് സിസ്റ്റം അതും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 7 ഫീച്ചേഴ്സിനടുത്താണ് അവർ ബേസിക്കായിട്ട് കാണിച്ചത്. അതിലും കൂടുതലുണ്ടാകും 10-15 ഫീച്ചേഴ്സ് കാണുമായിരിക്കും. എന്തായാലും സുസുക്കിയുടെ റേഞ്ചിൽ ആദ്യമായിട്ട് എഡാസ് വരുന്നൊരു വണ്ടി ഇതാണ്, അവർ തന്നെ ഇറക്കിയത്. പിന്നെ ഇൻവിക്റ്റുവലാണെങ്കിൽ അവർ എഡാസ് ഒക്കെ എടുത്ത് കളഞ്ഞായിരുന്നു തോന്നുന്നു, ഹൈക്രോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഹൈക്രോസിലുണ്ടായിരുന്നു. എനിവേ അതാണ് നമ്മുടെ എഡാസിൻ്റെ കാര്യം. സോ അത് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ വേരിയൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൻ്റെ അകത്ത് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കോംപ്രമൈസ് ഒന്നുമില്ല. ഗ്രാൻഡ് വിറ്റാരിൽ കിട്ടുന്ന എല്ലാ പവർ ഓപ്ഷൻസും എഞ്ചിൻ ഓപ്ഷൻസും ഒക്കെ ഇതിനകത്തുണ്ട്. 1.5 K15C NA പെട്രോൾ എഞ്ചിൻ ഉണ്ട്. 103 bhp, 137 Nm ടോർക്ക്, 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. ഈ എഞ്ചിനിൽ തന്നെ നമുക്ക് ഓൾ വീൽ ഡ്രൈവ്, അതായത് ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സംവിധാനം വരുന്നുണ്ട്. അതിൽ തന്നെ 3 ഡ്രൈവ് മോഡ്സും അതുപോലെ 4 ടെറൈൻ മോഡ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഓൾ ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് ആണ്, നമുക്ക് സ്വിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. ആ സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി സുസുക്കി അവരുടെ വിറ്റാരയുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ തുടങ്ങിയല്ലോ, അതിൻ്റെ കൂടെ തന്നെ ലിഥിയം അയൺ ബാറ്ററിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ലോക്കലൈസ്ഡ് ലിഥിയം ബാറ്ററിയാണ് ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സോ അതും നല്ലൊരു കാര്യമാണ്. കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റും. ഗ്രാൻഡ് വിറ്റാരിൽ കിട്ടുന്ന സെയിം ടൊയോട്ടയുടെ അതിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ TNGA സീരീസിന് അണ്ടറിൽ വരുന്ന ഒരു എഞ്ചിനാണത്. ആൻഡ് 115 bhp അടുത്താണ് കമ്പൈൻഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മോട്ടറും അതുപോലെ എഞ്ചിനും കൂടെ ആയിട്ട്. ഇനി വേരിയൻസിലേക്ക് വരുമ്പം നമുക്കതിനകത്ത് ടിപ്പിക്കൽ അരീന വേരിയൻസിൻ്റെ പേരുകളാണ് LXi, VXi, ZXi, പിന്നെ ZXi ഓപ്ഷൻ ഉണ്ട്, ZXi പ്ലസ് ഉണ്ട്, ZXi പ്ലസ് ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് ബേസിക് വേരിയൻസ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് VXi മുതൽ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു VXi മുതൽ തന്നെ കിട്ടുന്നുണ്ടെന്ന്. ഓൾ വീൽ ഡ്രൈവ് ടോപ്പ് 2 വേരിയൻസിലുണ്ട്, ZXi ഓപ്ഷനിലും അതുപോലെ ZXi പ്ലസ് ഓപ്ഷനിലും. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പ്രൈസ് എവിടെ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതാണൊരു പ്രശ്നം. പൊതുവേ ഇവർ ഇങ്ങനെ വണ്ടി കാണിക്കാത്തതാണ്, പ്രൈസ് ഒന്നും പറയാതെ. എപ്പോൾ വണ്ടി കാണിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രൈസ് അവർ പറയുന്നതായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. സുസുക്കി പ്രൈസ് ഇല്ലാതെ ജസ്റ്റ് വണ്ടിയുടെ അൺവെയിൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അറിയാൻ പറ്റി. എനിക്ക് ഒരുപാട് ഫോട്ടോസ് ഇതിൻ്റെ കിട്ടിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് മാത്രം വെച്ച് ഫീച്ചേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തത്. അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എനിവേ അതിന് പുറമേ തന്നെ ഈ വണ്ടിക്ക് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടെ കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ അവിടെ പറഞ്ഞായിരുന്നു, പക്ഷേ റേറ്റിംഗ് മാത്രം പറഞ്ഞില്ല. ഇത് സുസുക്കിയുടെ ഒരു ലോഞ്ചുകളിൽ വെച്ച് വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വന്ന ആദ്യത്തെ വണ്ടിയും ഇത് തന്നെയായിരിക്കും തോന്നുന്നു. ഡിസയറൊക്കെ ലോഞ്ച് ആയതിനു ശേഷമാണ് 5 സ്റ്റാർ കിട്ടിയത്. എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ മാരുതി സുസുക്കി പുതിയ വിക്ടോറസ് SUV പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സ് ടാഗ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.